ഞാപ്പോ ഇത് വീണ്ടും എത്തിയ മലമാതിരി ഇജിപ്പോ ഇവിടുന്ന് വെള്ള തുണിയൊക്കെ എടുത്തിട്ട് എണ്ണി പെറുക്കി വരുന്നേ. എണ്ണി പെറുക്കല്ല ചങ്ങാതി, വെള്ളത്തുണി എടുത്തിട്ടേ ഇന്ന് അമ്മായിനോടെ പോയതാണ്. എന്നിട്ട് അപ്പൊ അമ്മായിനോട് ചോറൊക്കെ വെച്ച് വന്ന് അപ്പൊ കുറച്ച് ഞാൻ രാവിലെ ദോശ ഉണ്ടാക്കിട്ടാ പോയത്. അപ്പൊ ഉമ്മ അറിഞ്ഞു രാത്രിയിലേക്ക് ആ ദോശ തിന്നാറുണ്ട്. അപ്പൊ കൂട്ടാനില്ല. അപ്പൊ അടുത്തുള്ള ഓരോടെ പോയി ചോദിച്ചതാണ് കൂട്ടാന്. ആൾക്കാരെ എന്താടി വേണ്ടി ഓരറിയാം പക്ഷെ ഒരു പാത്രമായിട്ട് വന്നിട്ട് ഇവിടെ കൂട്ടാൻ വേണ്ടേ. അവര് തുള്ളി തന്നോട് എനിക്ക് ഇവിടെ ഓരോ അറിയാം. എന്റെ സാമർത്ഥ്യാണിത്. അനക്ക് ഇടക്കിടക്കിട്ട് പാത്രമായിട്ട് വരല്. അനക്ക് ഇങ്ങോട്ട് കുറച്ച് കൂട്ടാൻ മേടിച്ചൂടെ. പറഞ്ഞത് എന്നിപ്പോ തന്നെ ഞങ്ങൾ ഇനിയിപ്പോ കൂട്ടാൻ വെക്കണ്ട വെച്ചിട്ടാടാ. അമ്മ അതിൻ്റെ കുറച്ച് ചോറ് കൊടുത്തിട്ടുണ്ട്. രാവിലത്തെ കടിയുണ്ട് കുറച്ച്. അപ്പൊ പിന്നെ അതിന് കൂട്ടാനും ഇല്ലല്ലോ. അപ്പൊ രാവിലത്തെ കടി ഞാൻ തിന്നു. കൂട്ടാന് ഉമ്മാക്ക് കൂട്ടാൻ പറ്റില്ല. രാവിലത്തെ കടി കുറച്ചും കൂടി ഉണ്ട്. അപ്പൊ ഉമ്മ അറിയാം ഇനിയിപ്പോ കൂട്ടാൻ വെക്കാൻ എന്താ ചെയ്യാന്ന്. എനിക്ക് ഉമ്മാക്കാണെങ്കിൽ തീരെ ബുദ്ധിയൊന്നും ഇല്ല. ഉമ്മ അറിയാം ഇജ്ജ് പോയിട്ട് മീൻ മേടിച്ചോണ്ടിരിക്കുന്നു. ഉമ്മക്ക് തീരെ ബുദ്ധിയില്ല. അപ്പൊ ഞാൻ ഉമ്മക്ക് ബുദ്ധി പറഞ്ഞതാണ്. ഉമ്മ ഞമ്മക്ക് സൈനാത്താടെ പോയിട്ട് പക്ഷെ കൂട്ടാൻ വാങ്ങാൻ. അങ്ങനെ ഞാൻ ഈ പാത്രം അടിച്ച് ചെന്നത് സൈനാത്ത എന്തൊക്കെ വർത്താനുണ്ട്. സൈനാത്ത എന്നെ കണ്ടാ പാട് തന്നെ ഇജ്ജ് പിന്നെയും വന്നാ ഇറക്കാന്. അപ്പൊ എനിക്ക് മനസ്സിലായില്ല. അപ്പൊ ഞാൻ പറഞ്ഞു കുറച്ച് കൂട്ടാൻ കാട്ടിയിരുന്നത്. സൈനാത്താക്ക് എന്തോ ഒരു പവറാട്ടിയാണ്. അപ്പളാ പറഞ്ഞത് അനക്ക് ഇതന്നെ താളം കണ്ടിരുന്നില്ലേ. എന്നിട്ട് പോലും അറിയാം ഓരോടെ കൂട്ടാനൊന്നുമില്ല. അത്ര ഉണ്ടായിരുന്ന കല്യാണം ഞങ്ങൾക്കുണ്ടായിരുന്ന കല്യാണത്തിന് പോയി എന്നിട്ടാണ് ഇപ്പൊ ഇത്. രാത്രിക്കൊക്കെ അടിച്ചാ ഇനിയിപ്പോ ഇത് ഉണ്ടാക്കണ്ടല്ലോ. ഞാൻ അപ്പോഴും ഉമ്മാട് പറഞ്ഞതാണ് ഒരു കവറിൽ വെച്ച് ബിരിയാണി കൊണ്ടുവരാണ്. സമ്മതിച്ചു തേയണ്ടേ. ഇവര് തേങ്ങില്ലടാ. ഞാൻ കൊറേ നോക്കി ബിരിയാണി തേങ്ങിയില്ല. അപ്പൊ വെറുംചോറ് കിട്ടി. വെറുംചോറ് കൊറേ മാറ്റി പിന്നിന്റെ. അപ്പൊ വെറുംചോറ് ബാക്കിയായപ്പോ അതിന് കൂട്ടാന് കുറച്ച് ഉണ്ടായി. അപ്പൊ ഞാൻ പറയും ഇവരൊന്ന് വാങ്ങാന്ന് കൂട്ടാൻ കൊടുക്കണ്ട. കവറുണ്ടായിരുന്നില്ല. ഞാൻ എല്ലായിടത്തും കവർ കൊണ്ടുപോകണം. മറന്ന്. അപ്പൊ പിന്നെ അമ്പ വിഷമായിടോ. ഇനിയിപ്പോ കൂട്ടാനിപ്പോ എങ്ങനെ എന്താ ചെയ്യല്ലേ. ഇന്നിപ്പോ കൂട്ടണ്ടെന്ന് വെച്ചാലാണ്ട് ഇപ്പൊ എന്താ പറയാ. അല്ലടാ ആശാത്താടെ പോയോട്ടെ. അവിടെ അമ്മ എന്തെങ്കിലുമൊക്കെ തരും. പിന്നെ രാവിലൊക്കെ എവിടെ ഇരുന്ന് രാവിലെ ചായ കഴിഞ്ഞിട്ട് പോയതല്ലേ. രാവിലെ ഉണ്ടാവുമോ. ഞാൻ ആശാത്താടെ പോയിട്ട് ചോദിച്ചു നോക്കട്ടെ. അവിടുന്ന് കിട്ടിയില്ലാലോ. ആയിഷാത്താടെ ഉണ്ടാവില്ലടാ. ആ സൈഡ് ചേച്ചി ഓരോന്നാ പറഞ്ഞിട്ട് ആശാത്താടൊക്കെ കൊണ്ടുപോയില്ലേ പണി. ആശാത്താറിന്റെ വലിയ കൂട്ടുകാരിയാണ് സൈനി ചേച്ചി. അപ്പൊ ആദ്യമൊക്കെ എനിക്ക് തന്നിരുന്നു. സൈനി ചേച്ചി ഇവിടെ ഉണ്ടായിരുന്നില്ല. ഇപ്പൊ ആശാത്തോടെ പോയിട്ട് ഓരോ പണിയൊക്കെ എടുത്ത് കൊടുക്കേ ഒക്കെ കൊടുക്കേ. തന്നെയാണല്ലേ എനിക്ക് കിട്ടുന്നില്ല. അല്ല ഇപ്പൊ ഇന്നലല്ലേ മീൻ പിടിക്കാൻ എന്തായി. മീനൊന്നും കിട്ടിയില്ല. ഒന്നും കിട്ടിയില്ല. വെറുതെ ചളിയിലൊക്കെ വെറുതെ നടന്നല്ലേ. വെറുതെ ചളിയിൽ വളരെ ഇമ്മാരെ നോപ്പിട്ട് കുടിക്കാൻ ചീത്ത ചേറ് മണക്കല്ലോ. ചേറ് നല്ല മണക്കൂലേ. അതൊക്കെ എപ്പോഴാ അറിയുന്നത്. എന്നിട്ട് ഒന്നും കിട്ടിയില്ല. വസ്തും കിട്ടിയില്ല. ചെറുതായി കായ് കിട്ടും. അതില്ലാതായി. അതും കിട്ടാതായി. ഇനിയിപ്പോ എന്താ പരിപാടി. ആശാത്താടെ ഞാൻ സൈനി ചേച്ചി വന്ന് ഒക്കെ മേടിച്ചോണ്ടിരിക്കണെന്ന് അറിയില്ല. ഉമ്മ ഉണ്ടോടാ. ഉമ്മ പറഞ്ഞാച്ചാടെ വരണ്ട. വരലുണ്ട്. ഞാൻ ആയിക്കോട്ടെ വരണച്ചിട്ടായിരുന്നു. ഇനിയിപ്പോ ഉമ്മ ഒരു ഞാൻ എന്നെ തിരിപ്പിച്ചാന്ന് അറിയൂ. ഇജെന്നെ തിരിപ്പിക്കുന്ന എല്ലാവർക്കും അറിയാം. ഉമ്മാർക്കും അറിയാം. എല്ലാവർക്കും അറിയാം. എന്ത് ഇതിന്റെ തിരിപ്പിക്കലുള്ള നാടാ. എല്ലാവർക്കും അറിയാം. എല്ലാവർക്കും എന്താ ചെയ്യാ. അങ്ങനത്തെ വർത്താനം പറഞ്ഞിട്ടുണ്ടെങ്കിലേ എല്ലാം കഴിഞ്ഞപ്പോ നമുക്ക് പിന്നെ ഞാനും വരണ്ട മീൻ പിടിക്കാന്. ചൂണ്ടിടാനോ നടക്കുണ്ടാകാനല്ലേ. പിന്നെന്തിനാണ് അനക്കെന്തിനാ മീൻ. നടക്കൂല. നാളെ പോയാലോ. മറ്റന്നാ പോവാ. നാളെ പോവാ. നാളെ പോയാലോ. നാളെ പോവാ. മറ്റന്നാ വരാ. എന്താ കുഞ്ഞാ പൂജി പറഞ്ഞത്. എന്താ പറഞ്ഞത്. നാളെ മീൻ പിടിക്കാൻ പോയാലോ എന്ന്. മറ്റന്നാ മേടിക്കാം. എന്ത് മേടിക്കണ്. മീൻ മേടിക്കാനല്ലേ. എന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല. ജിനി എവിടെ പോണെന്ന് പറഞ്ഞ്.
ആ ചേട്ടാ എന്നാ പോയിക്കോ. ഞാൻ പോകും. ആ അല്ലേ